ഹേയ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ബുക്സ് വെച്ചിട്ട് ഒരു ബൊക്കറ്റ് എങ്ങനെ ചെയ്തെടുക്കാമെന്നാണ്. വളരെ സിമ്പിളായ രീതിക്ക് നമുക്ക് കൂടുതൽ ആർഭാടങ്ങളൊന്നും ഇല്ലാതെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കിയാലോ. ഞാൻ റീസെൻ്റായിട്ട് വാങ്ങിച്ച കുറച്ച് ബുക്സ് വെച്ചിട്ടാണ് ഇന്നത്തെ ഈ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബുക്സ് യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുടെ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ഈ ബുക്സിന്റെ ഇതൊക്കെ മാറ്റി കൊടുക്കാം. ഇത് നമ്മൾ കസ്റ്റമർക്ക് ചെയ്ത വർക്കൊന്നല്ല. ഇത് ഞാൻ എൻ്റെ കയ്യിലുള്ള ബുക്സ് വെച്ചിട്ട് ഞാൻ എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു ഇൻസ്റ്റയിലൊരു സംഭവം എങ്ങനത്തെ ബുക്കറ്റിന്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടെന്ന് ചോദിച്ചപ്പോൾ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തൊരു സംഭവമാണ് ബുക്ക് വെച്ചിട്ടൊരു ബൊക്കെ ചെയ്യാൻ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ബുക്സ് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ അത് ചെയ്യാമെന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു. അങ്ങനെയാണ് കേട്ടോ അത് ചെയ്തത്, അല്ലാതെ നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കാനുള്ള വർക്കല്ല. അപ്പോൾ ഇന്ന് നമുക്ക് വേണ്ടത് ബാംബൂ സ്റ്റിക്സ് ആണ്. ഇത് ഞാനിവിടെ ചെറുതും വലുതും യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബുക്സ് അത്യാവശ്യം കുഴപ്പമില്ലാതെ കട്ടിയുണ്ട് 2-3 അപ്പോൾ ഞാൻ 2 യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ളത് ഏതാണെന്ന് വെച്ചാൽ യൂസ് ആക്കിയാൽ മതി കേട്ടോ, അതൊന്നും കുഴപ്പമില്ല. അടുത്ത പരിപാടി ആസ് യൂഷ്വൽ നമ്മൾ നോർമൽ ബുക്ക് ചെയ്യുന്ന പോലെ ബാംബൂ സ്റ്റിക്സ് എടുത്തിട്ട് ബുക്സിന്റെ ബാക്കിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് സെല്ലോ ടൈപ്പ് ഒക്കെ വെച്ചിട്ട് സെക്യൂർ ചെയ്യണം കേട്ടോ, കാരണം ബുക്സ് ആയതുകൊണ്ട് അധികം അങ്ങനെ ഇതിൽ നിൽക്കൂല. പിന്നെ ഞാൻ ചെയ്തൊരു പണി എന്താ വെച്ചാൽ ബുക്സ് നമ്മുടെ ക്ലീൻ റാപ്പ് വെച്ചിട്ട് ഒന്ന് റാപ്പ് ചെയ്തിട്ടുണ്ട്. അതാവുമ്പം സെല്ലോ ടൈപ്പ് വെച്ചിട്ട് നല്ലോണം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാ ബുക്സും ഇതുപോലെ റാപ്പ് ചെയ്തിട്ട് ബാംബൂ സ്റ്റിക്സ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ബുക്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക. എന്താ വെച്ചാൽ അധികം കട്ടി ഉള്ള ബുക്സ് എടുക്കാണ്ട് മാക്സിമം നോക്കുക. കാരണം എന്താ വെച്ചാൽ ഞാനിവിടെ യൂസ് ചെയ്ത ഈ 2-3 ബുക്സ് അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. അപ്പോൾ അത് ബാംബൂ സ്റ്റിക്ക് വെച്ചിട്ട് ഒട്ടിച്ച സമയത്ത് സ്റ്റെബിലിറ്റി കുറവായിട്ട് ഇങ്ങനെ ചെരിയുന്ന പോലെയൊക്കെ തോന്നുക. അപ്പോൾ നിങ്ങൾ കട്ടി കുറഞ്ഞ ബുക്സ് സെലക്ട് ചെയ്യാട്ടോ എപ്പോഴും. അപ്പോൾ നെക്സ്റ്റ് ഐറ്റം നമ്മുടെ ബൊക്കറ്റിന്റെ സ്പോഞ്ചാണ്, ഒയാസിസ്. അപ്പോൾ ഇത് കയ്യിലില്ലാത്തവർ എന്താ വെച്ചാൽ തെർമോക്കോള്, നല്ല കട്ടിയുള്ള തെർമോക്കോൾ വാങ്ങാൻ കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ കേക്കിന്റെ ഒക്കെ ഡമ്മി പോലത്തെ സംഭവം ഉണ്ടല്ലോ, അതായാലും മതി. അപ്പോൾ എൻ്റെ തെർമോക്കോൾ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒയാസിസ് ആണ് എടുത്തത്. അത് നമ്മുടെ ക്ലീൻ റാപ്പ് വെച്ചിട്ട് ഒന്ന് റാപ്പ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ അതിന്റെ ഒരു ഗ്രീൻ കളർ പൊടി ഇങ്ങനെ എല്ലായിടത്തും ആവും. അപ്പൊ അത് ഞാൻ റാപ്പ് ചെയ്തിട്ട് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ആസ് യൂഷ്വൽ ബുക്ക് ചെയ്യുന്ന പോലെ തന്നെ സ്റ്റിക്സ് വെച്ച് സെക്യൂർ ചെയ്ത സംഭവം ബുക്സ് നമ്മൾ ഈ സ്പോഞ്ചിൽ കുത്തി കൊടുക്കുക. വലിയ ബുക്സ് ഏറ്റവും ബാക്കിൽ വെക്കുക കേട്ടോ, അങ്ങനെ വെച്ച് കൊടുക്കാം. പിന്നെ ഇപ്പൊ നമ്മുടെ ചാനല് 100 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അൽഹംദുലില്ലാ, നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് അങ്ങനെ ആയത്. അപ്പോൾ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇൻഷാല്ലാ. ബുക്സ് എല്ലാം ഞാനിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിൽ മാറ്റി വെക്കാം. നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇത് റാപ്പ് ചെയ്യേണ്ട ബൊക്കറ്റ് ഷീറ്റ് ഒക്കെ സെറ്റ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് ഷീറ്റ്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. എനിക്ക് ഇങ്ങനത്തെ ഈ പ്രിന്റ് ഉള്ള ഷീറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് കൂടുതൽ യൂസ് ആക്കുന്നത്. ഇതിലിപ്പം രാഷ് കളറ്, അതുപോലെ ബ്ലാക്കാണ് മെയിനായിട്ട് ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇത് റാപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പിൻട്രസ്റ്റിൽ നോക്കിയാൽ ഒരുപാട് റാപ്പിംഗ് ടെക്നിക്സ് കാണാൻ കഴിയും. അപ്പോൾ ഞാനിതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇതാണ് കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ബൊക്കറ്റിന്റെ ഒരു ഫുള്ള് ഷീറ്റ് എടുക്കാം. എന്നിട്ട് അത് 2 സൈഡിലേക്കും ഫോൾഡ് ചെയ്തിട്ട് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് അതിന്റെ സെന്ററിൽ സെല്ലോ ടേപ്പ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യുക. ഈ ഒരു ഷീറ്റാണ് നമ്മുടെ ബൊക്കറ്റിന്റെ ബേസ് ആയിട്ട് വരിക. അപ്പോൾ അത് നല്ലപോലെ സെക്യൂർ ആയിട്ട് അവിടെ ഇരിക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ബുക്ക് അത് ഇതിന്റെ മുകളിലേക്ക് വെക്കാം. നമ്മൾ ഓരോ ലെയർ ചെയ്യുമ്പോഴും അത് സെല്ലോ ടേപ്പ് വെച്ചിട്ട് നമ്മുടെ സ്പോഞ്ചിന്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്യാൻ മറക്കരുത്, അല്ലെങ്കിൽ അത് മൊത്തത്തിൽ ഊരിപ്പോരും. നെക്സ്റ്റ് ലെയർ ആയിട്ട് ഞാൻ കൊടുക്കുന്നത് ബ്ലാക്ക് ബൊക്കറ്റിന്റെ ഷീറ്റ് എടുക്കുക. എന്നിട്ട് അത് ഞാൻ ഹാഫായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന്റെ സെന്ററിലൂടെ ഹാഫായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അതാകുമ്പോൾ നമുക്ക് 2 ഭാഗത്തും ഓരോന്ന് വെക്കാൻ ഉണ്ടാവും.
അപ്പൊ ഇനി നമ്മൾ ഇപ്പൊ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതിന്റെ ഒരു ഹാഫ് എടുത്തിട്ട് നമ്മൾ ഈ ബൊക്കറ്റിന്റെ നെക്സ്റ്റ് ലെയർ ആയിട്ട് കൊടുക്കുക. ഇത് നമ്മൾ ഈ സൈഡിൽ കൊടുക്കുന്ന പോലെ തന്നെ അപ്പുറത്തെ സൈഡിലും കൊടുക്കണം കേട്ടോ. രണ്ട് സൈഡിലും ഒരുപോലെ കൊടുക്കുക. എന്നിട്ടത് സ്പോഞ്ചിലേക്ക് സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ അത് ഉരുപോരും. പിന്നെ ഈ ലെയേഴ്സ് ചെയ്യുമ്പോൾ മാക്സിമം വൃത്തിക്ക് ചെയ്യാൻ നോക്കുക. അതായത് നമ്മുടെ ബൊക്കറ്റ് കാണാനൊരു ലുക്ക് ഉണ്ടാവണല്ലോ, അപ്പം അതിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോ അടുത്ത ലെയർ ഞാൻ കൊടുക്കുന്നത് ഒരു ലൈറ്റ് ക്രീം ഷെയ്ഡ് പോലത്തെ ഒരു കളറ് ഷീറ്റാണ്. അപ്പൊ അതും നമ്മൾ ഹാഫായിട്ട് കട്ട് ചെയ്യണം, എന്നിട്ട് രണ്ട് ഭാഗത്തേക്കും വെച്ചു കൊടുക്കുക. ഈ ഒരു ലെയർ ചെയ്യാൻ കുറച്ച് ഇഷ്ടപ്പെട്ടു കേട്ടോ, കാരണം ഇത് എത്ര വെച്ചിട്ടുകൊണ്ട് ശരിയാവുന്നില്ല. പിന്നെ കുറച്ച് സമയം എടുത്തിട്ട് ചെയ്തപ്പോഴാണ് അത് കറക്റ്റായിട്ട് കിട്ടിയത്. ഇനി അടുത്തത് നമുക്ക് കുറച്ച് റോസ് ആവശ്യമുണ്ട്. സെന്റഡ് റോസ് ആണിത്. ഇതിന്റെ ബ്ലാക്ക് ഷെയ്ഡാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ തന്നെ സെന്റഡ് റോസിൽ ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സെല്ലോ ടേപ്പ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യുക. എന്നിട്ട് അത് നമ്മുടെ സ്പോഞ്ചിലേക്ക് കുത്തി കൊടുക്കണം കേട്ടോ. ഇനി നമ്മുടെ സ്പോഞ്ച് കവർ ചെയ്യുന്ന രീതിക്ക് നമ്മളൊരു ഷീറ്റ് വെക്കാണ്. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അത് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ഇതിന്റെ പേര് എനിക്ക് ബൊക്കറ്റ് മെഷ് എന്നൊക്കെയാണ് കിട്ടിയത്. എനിക്കറിയില്ല ഇതിന്റെ കറക്റ്റ് നിയമം എന്താന്ന്. അപ്പം അത് അങ്ങനെ കവർ ചെയ്തിട്ട് വെച്ചു കൊടുക്കാം. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് ഞാൻ ഇവിടെ ചെയ്യുന്നത്, നമ്മൾ നേരത്തെ ബേസിന് ഉപയോഗിച്ച അതേ ഷീറ്റ് തന്നെ ഒരു ഷീറ്റ് രണ്ടായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ആ കട്ട് ചെയ്തതിന്റെ ഒരു ഷീറ്റ് വീണ്ടും രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതാണ് വെച്ചു കൊടുക്കുന്നത്. രണ്ട് സൈഡിലും വെക്കണം കേട്ടോ. അപ്പൊ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ രണ്ടെണ്ണം കിട്ടുമല്ലോ, അപ്പൊ അത് രണ്ട് സൈഡിലും വെച്ചു കൊടുക്കുക. പിന്നെ അവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ നോർമൽ ബൊക്കെ ഷീറ്റാണ്, ബ്ലാക്ക് കളറ്. അത് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യാം. ഇപ്പോ ഈ വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയ്ക്ക് ചെറുതായിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോ അത് നമ്മൾ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാല്, ആ ഒരു പീസ് എടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് അത് നമ്മളെ ഈ നേരത്തെ ഒരു ഷീറ്റ് കൊണ്ട് കവർ ചെയ്തല്ലോ അതിന്റെ മുകൾക്ക് ഇങ്ങനെ ഓരോന്നോരോന്ന് വെച്ചു കൊടുക്കുക. ഓരോന്ന് വെക്കുമ്പോഴും അത് സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിക്കണം. അപ്പോൾ ഫൈനലായിട്ട് നമുക്ക് ഇതൊരു റിബൺ വെച്ചിട്ട് കെട്ടിക്കൊടുക്കാം. എന്നിട്ട് നമ്മൾ ബട്ടർഫ്ലൈ നോട്ട് ചെയ്യല്ലോ, അത് ആണ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു വൈറ്റ് പ്രിന്റ് വരുന്ന സാറ്റിന്റെ റിബൺ ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബൊക്കേറ്റിന്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? ഫൈനൽ ലുക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ. പിന്നെ കുറെ പേര് നമ്മുടെ വീഡിയോസ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. എനിക്ക് ഇനിയും ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടാനുള്ള ഒരു മോട്ടിവേഷൻ ആയിരിക്കും അത്. അപ്പോൾ ഈ വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.